Listen here. Our universe. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോർഷൻ അല്ലേ? അവർ യൂണിവേഴ്സ്, നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ യൂണിവേഴ്സിൽ. നമ്മൾ സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയും ദെൻ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താണ് സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ദ എർത്ത്, നമ്മുടെ ഭൂമി. അവർ എർത്ത് ഇസ് എ പ്ലാനറ്റ് അല്ലേ? നമ്മുടെ ഭൂമിനെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ അതിനു മുമ്പ് സാറ്റലൈറ്റ്സ് ആൻഡ് അവർ എർത്ത്. സാറ്റലൈറ്റ്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലിസൺ ഹിയർ. സാറ്റലൈറ്റ്സ് ആർ സ്മോൾ ഹെവൻലി ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് planets and they do not have any light of their own. Some planets have their own satellites. The moon is a natural satellite of the earth. There is no air or water on the moon, so nothing can survive on the moon. It shines as it reflects sunlight from its surface. എന്താണ് സാറ്റലൈറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റ്സ് ആർ മോളെ സാറ്റലൈറ്റ്സ് അല്ല, സാറ്റലൈറ്റ്സ് ആണ് കേട്ടോ. സാറ്റലൈറ്റ്സ് ആർ സ്മോൾ ഹെവൻലി ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ എന്താണ് ഹെവൻലി ബോഡീസ് ആണ് ആര്? സാറ്റലൈറ്റുകൾ. എപ്പോഴും ഗ്രഹങ്ങളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങൾ അല്ലേ? ഗ്രഹങ്ങളുടെ താഴെ വരുന്ന ഉപഗ്രഹങ്ങളാണ് സാറ്റലൈറ്റ്സ്. ആൻഡ് ദേ ഡു നോട്ട് ഹാവ് എനി ലൈറ്റ് ഓഫ് ദെയർ ഓൺ. അവർക്ക് അവരുടേതായിട്ട് പ്രത്യേക ലൈറ്റോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്റ്റാർസിന് എന്താണ് ലൈറ്റ് ഉണ്ട്, പ്ലാനറ്റ്സിന് പക്ഷെ ലൈറ്റ് ഇല്ല. അവരെന്താണ് സ്റ്റാർസിന്റെ ലൈറ്റും വെളിച്ചവും ഒക്കെയാണ് അവരുടെ മുകളിൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് സാറ്റലൈറ്റ്സ്. They do not have their own lights. അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നും ഇല്ല. ആൻഡ് some planets have their own satellites. ചില പ്ലാനറ്റുകൾക്ക് അവരുടെ തന്നെ സാറ്റലൈറ്റ്സ് ഉണ്ടാകും, അവർക്ക് സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങളും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ എർത്ത് ഇസ് എ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ, മൂൺ. ദെൻ there is no air or water on the moon. ചന്ദ്രനിൽ എന്താണ് വെള്ളവും വായുവും ഒന്നും ഇല്ല, നമുക്കറിയാം അല്ലേ? ചന്ദ്രനിൽ അതുകൊണ്ട് തന്നെ എന്താണ് ജീവിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ കണ്ടീഷൻ ഇല്ല അല്ലെ? അവിടെ വെള്ളമോ വായുവോ ഒന്നും തന്നെ ഇല്ല. സോ നത്തിങ് ക്യാൻ സർവൈവ് ഓൺ ദ മൂൺ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മൂണില് ഒന്നും സർവൈവ് ചെയ്യില്ല അല്ലെ? എന്താണ് ഒന്നും അതിജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഒന്നിനും അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഒന്നല്ല മൂണിലുള്ളത്. ഇറ്റ് ഷൈൻസ് ആസ് ഇറ്റ് റിഫ്ലെക്ട്സ് സൺലൈറ്റ് ഫ്രം ഇറ്റ്സ് സർഫേസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ? എന്താണ് സാറ്റലൈറ്റുകൾക്ക് അതിന്റെ ലൈറ്റും ഇതും ഒന്നുമില്ല. എന്ത് ചെയ്യുന്നു? മൂൺ ഷൈൻസ് ആസ് ഇറ്റ്സ് റിഫ്ലെക്ട്സ് സൺലൈറ്റ് ഫ്രം ഇറ്റ്സ് സർഫേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റുകൾക്ക് സ്വന്തമായിട്ട് പ്രകാശമില്ല എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ നമ്മൾ ചന്ദ്രനെ കാണുമ്പോഴെന്താണ് അത് നന്നായിട്ട് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ടല്ലേ? നന്നായിട്ട് കത്തി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ സാറ്റലൈറ്റുകൾക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. മൂൺ അങ്ങനെ നല്ല ലൈറ്റിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ സർഫേസിൽ അല്ലെ, ഈ മൂണിന്റെ ഉപരിതലത്തിൽ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നോണ്ടാണ് അല്ലെ? സൂര്യപ്രകാശത്തിന്റെ ചെറിയൊരു ഭാഗം എങ്ങോട്ട്? മൂണിൽ തട്ടിയിട്ട് ആണ് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ മൂണിന് സ്വന്തമായിട്ട് എന്തില്ല? ലൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. Then listen, the earth. We already discussed in our previous class about our earth. Earth is our planet. We know that. നമ്മുടെ planet ആണ് എന്ത്? earth. നമ്മൾ മൂണിൽ പറഞ്ഞ മാതിരി എന്താണ്? മൂണിൽ there is no air and water എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെയല്ല, ഭൂമിയിൽ എന്തുണ്ട്? എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്, ഭൂമിയിലുള്ളത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ താമസിക്കുന്നത്. സോ നമ്മുടെ എല്ലാ പ്ലാനറ്റ്സിലും വെച്ചിട്ട് ജീവിക്കാൻ കഴിയുന്ന സിറ്റുവേഷനുള്ള ഒരേ ഒരു പ്ലാനറ്റ് ഏതാണ്? നമ്മുടെ ഭൂമിയാണ് അല്ലേ? അല്ലെങ്കിൽ എന്താണ് മറ്റു പ്ലാനറ്റുകളിലും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ആളുകൾ അവിടെയൊക്കെ ഉണ്ടാകും. പക്ഷെ എന്താണ് ഭൂമിയിൽ മാത്രമേ ജീവന്റെ അംശം ഉള്ളൂ അല്ലേ? ജീവിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ എവിടെ, ഏത് പ്ലാനറ്റിൽ മാത്രമേ ഉള്ളൂ? എർത്തില്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലേ? ചൊവ്വയിലും പിന്നെ എന്താണ് മാർസിലും ഒക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിക്കില്ലേ? പക്ഷെ അവിടെ ഒന്നും ജീവിക്കാനുള്ള കണ്ടീഷൻസ് ഇല്ല. ഓൺലി എർത്ത്. ദെൻ
The earth is a beautiful planet. We know that. നമ്മുടെ ഭൂമി എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? Our earth is a beautiful planet and it has land and water. We know that. Here is land and water. ഇവിടെ ഭൂമിയും ഇവിടെ കരയും വെള്ളവും ഒക്കെ ഉണ്ടല്ലേ ഭൂമിയിൽ. Then mountains and valleys. പർവ്വതങ്ങളും താഴ്വരകളും ഉണ്ട് അല്ലേ? ഒരുപാട് പർവ്വതങ്ങളുണ്ട്, താഴ്വരകളുണ്ട്, എന്തൊക്കെ ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. ദെൻ ഹിൽസ് ആൻഡ് പ്ലെയിൻസ്. കുന്നുകളും സമതലങ്ങളും ഉണ്ട് അല്ലേ? ഒരുപാട് മലകളും സമതലങ്ങളും ഒക്കെ ഉണ്ട്, പർവ്വതങ്ങളും താഴ്വരകളും വെള്ളവും എന്താണ് കരയും ലാൻഡും ഒക്കെ എവിടെയുണ്ട്? ഇൻ അവർ എർത്ത്. ആൻഡ് ഇറ്റ് ഹാസ് ഫ്ലവേഴ്സ് ആൻഡ് പീപ്പിൾ. ഇവിടെ പൂക്കളുണ്ട് അല്ലേ? പൂക്കളുണ്ട്, ചെടികളുണ്ട്, ആളുകളും ഉണ്ട്. Then, however, it has not always been like this. പക്ഷെ എന്താണ്? എപ്പോഴും ഭൂമി ഇതുപോലെ ആയിരുന്നില്ല അല്ലെ? ഭൂമി ഉണ്ടാകുന്ന സമയത്ത് അല്ലെ? ഭൂമിയുടെ ആദ്യ കാലങ്ങളിൽ എന്തായിരുന്നില്ല? ഇന്ന് കാണുന്ന പോലെ ഫ്ലവേഴ്സ്, then hills, mountains, valleys, water, land, flowers, ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ആദ്യകാലത്ത് ഭൂമി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എങ്ങനെയായിരുന്നു ഭൂമി എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ലിസൺ ഹിയർ. നമ്മളിപ്പോ കാണുമ്പോഴെന്താണ്? നമുക്ക് ഇങ്ങനെയുള്ള ഭൂമിയെ അറിയും അല്ലേ? നമ്മളൊക്കെ ജനിക്കുന്ന സമയം തൊട്ട് ഭൂമി ഇങ്ങനെയാണ് അല്ലേ? ഒരുപാട് ചെടികളുണ്ട്, മരങ്ങളുണ്ട്, വീടുകളുണ്ട്, ആളുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, അങ്ങനെയാണ്. പക്ഷെ ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയായിരുന്നു ഭൂമി എന്നുള്ളത്. It was born as a huge ball of dust and hot gases. ഭൂമി ഉള്ള സമയത്ത് അല്ലെ? ഭൂമി ജനിച്ചത് എന്നാണ് പറയുന്നത്. ഭൂമി ഉണ്ടായിരുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് അല്ലെ? നമ്മളൊക്കെ ചെറുതിൽ എന്തായിരുന്നു? ചെറിയ കുട്ടികളായിരുന്നല്ലേ? ജനിക്കുമ്പോ തന്നെ നമുക്ക് ഇതുപോലെ വായിൽ നിറയെ പല്ലും തലയിൽ നിറയെ മുടിയും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമ്മളപ്പോ ജനിക്കുമ്പോ കുഞ്ഞു വാവകളാണ് അല്ലെ? ഇങ്ങനെ തന്നെയാണോ ജനിച്ചത്? അല്ലല്ലോ, ചെറുതാണ്. പിന്നെ വർഷങ്ങൾ കഴിയുന്തോറും നമുക്ക് ഓരോരോ ചേഞ്ചസ് വന്നു. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ് അല്ലെ? എന്ത് കാര്യങ്ങളാണെങ്കിലും അവർക്ക് കാലങ്ങൾ കഴിയുന്തോറും ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ ജനിച്ച സമയം തൊട്ട് എന്താണ്? നിങ്ങളുടെ നാട് കാണുന്നുണ്ടാവും അല്ലെ? നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ നേറ്റീവ് പ്ലേസ്, അവിടെ വർഷങ്ങൾ കഴിയുന്തോറും ഒരുപാട് ചേഞ്ചസ് വരും അല്ലെ? പണ്ട് എന്താണ്? എല്ലായിടത്തേക്കും ഈ വെഹിക്കിൾ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല, ഇത്രയധികം ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, ഒരുപാട് ചേഞ്ചസ് നമ്മുടെ നാടിന് വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഭൂമിയും. നമ്മൾ മനുഷ്യന്മാരാണെങ്കിലും ചേഞ്ച് ഉണ്ടാവും അല്ലേ? നിങ്ങൾ വർഷങ്ങൾ കഴിയുന്തോറും മാറും അല്ലേ? ഇനിയിപ്പോ ബോയ്സ് ഒക്കെ ഒരു 10ലും +2ലൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും? മീശയും താടിയും ഒക്കെ വരും അല്ലേ? ചേഞ്ചസ് ഉണ്ടാവും. ഗേൾസിനും ചേഞ്ചസ് ഉണ്ടാവും. സോ അതുപോലെ തന്നെയാണ് എന്ത്? നമ്മുടെ എർത്ത്. And in the time of the born, it has a huge ball of hot gases and dust. ഭൂമി ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു? ഇത് വലിയൊരു ബോൾ ആയിരുന്നു അല്ലേ? വലിയൊരു പന്തായിരുന്നു. അതായത് പന്തിന്റെ ഷേപ്പ് നമുക്കറിയാം. എന്താണ് നമ്മുടെ എർത്ത്? ഇറ്റ്സ് എ ബോൾ. സോ in the time of the earth is born, it has a huge ball. ഒരു വലിയ പന്തായിരുന്നു. എന്തിന്റെ? ഹോട്ട് ഗ്യാസസ് ആൻഡ് ഡസ്റ്റ്. പൊടിയും ചൂടുള്ള വാതകങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള വലിയൊരു ബോൾ ആയിരുന്നു നമ്മുടെ എന്ത്? എർത്ത് അല്ലേ? സോ it was born as huge ball of dust and hot gases. ചൂടുള്ള വാതകങ്ങളും പൊടിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള വലിയ ഒരു പന്തായിരുന്നു നമ്മുടെ എന്ത്? നമ്മുടെ എർത്ത്. ആൻഡ് the ball kept on spinning. ഈ ബോൾ എപ്പോഴും എന്ത് ചെയ്തു? കറങ്ങിക്കൊണ്ടേയിരുന്നു അല്ലേ? നമുക്കറിയാം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഭൂമി ചൂടുള്ള വാതകങ്ങളും പൊടിയും ഒക്കെ നിറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ സ്പിന്നിങ് ആയിരുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് as it spin and its outer surface grew cold and hard. അങ്ങനെ എപ്പോഴും ഇതിങ്ങനെ കറങ്ങി എന്ത് ചെയ്തു? ഇതിന്റെ ഔട്ടർ സർഫേസ്, പുറം ചട്ട അല്ലെ? പുറം ഭാഗം. ഇതിന്റെ ബോൾ എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് എന്ന് നമുക്കറിയാം. അതിന്റെ പുറം ഭാഗം ഒന്നാണ്, പിന്നെ അതിന്റെ അകത്ത് വേറൊരു ഭാഗമാണ്. സോ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ ഭൂമി എന്ത് ചെയ്തു? അതിന്റെ ഔട്ടർ സർഫേസ് വളരെ ഹാർഡായി.
അതായത് വളരെ കട്ടിയുള്ള ഭാഗമായി മാറി. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോട്ട് ഗ്യാസസ് ആയിരുന്നു ഭൂമി എന്ന് പറഞ്ഞു അല്ലെ, ചൂടുള്ള വാതകങ്ങളാണ് അതിലുള്ളത്. പക്ഷെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എല്ലായ്പ്പോഴും ഇങ്ങനെ കറങ്ങി കറങ്ങി ഭൂമിയുടെ പുറം ഭാഗം എന്ത് ചെയ്തു? കുറച്ച് തണുപ്പായി മാറി. കോൾഡ് ആൻഡ് ഹാർഡ്, നല്ല തണുത്ത് കുറച്ച് കട്ടിയുള്ള ഭാഗമായി, പുറം ഭാഗം മാത്രം. Then some gases escaped while some were trapped inside. ചില വാതകങ്ങൾ ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നിട്ട് അതിന്റെ പുറഭാഗം തണുത്ത് കട്ടി ഇങ്ങനെ ഹാർഡായ സമയത്ത് എന്ത് ചെയ്തു? ചില വാതകങ്ങൾ പുറത്തേക്ക് പോയി. ഭൂമിയുടെ അകത്ത് നിറയെ എന്തായിരുന്നു? ചൂടുള്ള വാതകങ്ങളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോഴും ഇങ്ങനെ കറങ്ങി കറങ്ങി പുറം ഭാഗം തണുത്ത് തുടങ്ങിയപ്പോ, ഹാർഡായി തുടങ്ങിയപ്പോ ചില ഗ്യാസസ് എന്ത് ചെയ്തു? എസ്കേപ്പ് ചെയ്തു. ഭൂമിയുടെ അകത്ത് നിന്ന് ചില വാതകങ്ങൾ രക്ഷപ്പെട്ടു പോയി. ചിലത് എന്ത് ചെയ്തു? അതിൻ്റെ അകത്ത് തന്നെ ട്രാപ്ഡ് ആയി പോയി. എല്ലാവർക്കും ഒരേ സമയത്ത് പോവാൻ വേണ്ടി പറ്റില്ല. ഗ്യാസസ് ആണ് കേട്ടോ, വാതകങ്ങളാണ് കേട്ടോ. അപ്പൊ അത് എല്ലാം കുറെയൊക്കെ പോയി, കുറെയൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായി, ഭൂമിയുടെ അകത്ത് തന്നെ നിന്നു. പുറം ഭാഗം എന്ത് ചെയ്തു? വളരെ ഹാർഡായി തണുക്കുകയും ചെയ്തു. Then today the earth is like a half boiled egg. നമ്മൾ പറഞ്ഞു അല്ലേ, കുറെ എണ്ണം പുറത്തേക്ക് പോയി, കുറെ ഗ്യാസ് ഒക്കെ പുറത്തു പോയി, കുറെയൊക്കെ അതിൻ്റെ അകത്ത് തന്നെയായി, പുറം ഭാഗമൊക്കെ ഹാർഡായി എന്താണ്? തണുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് എ ഹാഫ് ബോയിൽഡ് എഗ്. എന്താണ് ഹാഫ് ബോയിൽഡ് എഗ്ഗിന്റെ സ്പെഷ്യാലിറ്റി? പകുതി വെന്ത മുട്ട പോലെയാണ് ഇപ്പൊ എന്തുള്ളത്? നമ്മുടെ ഭൂമി ഉള്ളത് എന്നാണ് പറയുന്നത്. പകുതി വെന്ത മുട്ട എങ്ങനെയാണ്? അതിന്റെ പുറമൊക്കെ ഹാർഡായിട്ടുണ്ടാവും അല്ലേ? പൊട്ടിച്ചു നോക്കിയാൽ ഉള്ളിലുള്ള അതിന്റെ യെല്ലോ ഒക്കെ എന്തായിരിക്കും? വേവാതെ വെള്ളം പോലെ തന്നെ ഉണ്ടാവും. നിങ്ങള് അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളുടെ അമ്മമാരൊക്കെ മുട്ട പുഴുങ്ങാനൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോ എന്താണ്, അധിക നേരം വേവിക്കാതെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവണം എന്നില്ല. അപ്പോൾ പൊട്ടിക്കുമ്പോൾ എന്തുണ്ടാവും? അതിൻ്റെ അകത്തെ മഞ്ഞയൊക്കെ കുറച്ചിങ്ങനെ അധികം ഹാർഡായിട്ടുണ്ടാവില്ല, കുറച്ചിങ്ങനെ ലൂസായിട്ട്. നമ്മൾ എങ്ങനെയാണോ ഒരു പച്ചമുട്ട പൊട്ടിച്ചാൽ എങ്ങനെയുണ്ടാവും? അതിൻ്റെ വെള്ളയും മഞ്ഞയും വേറെ തന്നെ വെള്ളം പോലെയാണല്ലേ ഉണ്ടാവുക. നമ്മൾ പുഴുങ്ങി കഴിയുമ്പോൾ അത് ഹാർഡാവും. പക്ഷെ പകുതി വെന്ത മുട്ട എന്താണ്? അതിൻ്റെ അകത്തൊന്നും വെന്തിട്ടുണ്ടാവില്ല. അകത്തുള്ള മഞ്ഞയും കുറച്ച് വെള്ളയും ഒക്കെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും, പുറം ഭാഗം മാത്രം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. സോ അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ. എന്താണ്? ഔട്ടർ സർഫേസ് ഒക്കെ വെന്തിട്ടാണ്, ഹാർഡായിട്ടാണ് ഉള്ളത്, തണുത്ത് ഹാർഡായിട്ടാണ്. പക്ഷെ അതിൻ്റെ അകംഭാഗം എന്താണ്? ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹാർഡല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് ഹോട്ടാണ്. ചൂടുമാണ്, വളരെ സോഫ്റ്റുമാണ്. സോ എന്താണ് എന്ന് നോക്കാം. ഔട്ടർ സർഫേസ് ഈസ് ഹാർഡ് ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഇറ്റ് ഹാസ് ഹോട്ട് മോൾട്ടൻ മെറ്റീരിയൽ. ഔട്ടർ സർഫേസ്, പുറം ഭാഗമൊക്കെ ഇപ്പൊ പറഞ്ഞ മാതിരി എന്താണ്? ഹാർഡാണ്, നല്ല ഹാർഡാണ്. പക്ഷെ ഉൾഭാഗത്ത് എന്താണ്? ഹോട്ടാണ്, ചൂടാണ്. ദെൻ മോൾട്ടൻ മെറ്റീരിയൽ, ഇങ്ങനെ ഉരുകിയ അവസ്ഥയിലാണ് ഉള്ളത് അല്ലേ? ഇങ്ങനെ ഉരുകിയ അവസ്ഥയിലാണ് അകംഭാഗം ഉള്ളത്. ദെൻ ഇനി നമ്മുടെ ഭൂമിയുടെ ലെയേഴ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ ഔട്ടർ സർഫേസ് ഒക്കെ വളരെ ഹാർഡാണ്, ഉൾഭാഗം സോഫ്റ്റ് ആണ് എന്നൊക്കെ. അപ്പൊ ഭൂമിക്ക് എന്തുണ്ട്? ലെയേഴ്സ് ഉണ്ട് അല്ലേ, ഓരോരോ പാളികളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് പിക്ചേഴ്സ് നോക്കാം. ഒന്നെന്താണ്? ദ എർത്ത്, ദ എൻറ്റയർ എർത്ത്, ദ മുഴുവൻ ഭൂമിയാണ് അല്ലേ. ഇറ്റ് ഈസ് ലൈക്ക് എ ബോൾ, ഒരു പന്ത് പോലുള്ള ഭൂമിയാണ്. ദെൻ ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്? ദ ലെയേഴ്സ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പാളികളുണ്ട്, ലെയേഴ്സ് ഉണ്ട്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? കുറേ ലെയേഴ്സ് ഉണ്ട് അല്ലേ. 1, 2, 3, 4 ലെയേഴ്സ് അവിടെ ഭൂമിയുടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ലെയേഴ്സ്? പാളികൾ, ഭൂമിയിൽ എന്തൊക്കെ പാളികളുണ്ട് എന്നുള്ളത്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ക്രസ്റ്റ്. എന്താണ്? ഭൂമിയുടെ ഔട്ടർ മോസ്റ്റ് ലെയർ, പുറം ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രസ്റ്റ് എന്ന് പറയാ. നമ്മളിപ്പോ പറഞ്ഞല്ലോ എന്താണ്? പുറം ഭാഗം വളരെ ഹാർഡാണ്, തണുത്തിട്ടുള്ളതാണ് ഭൂമിയുടെ പുറം ഭാഗം എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ ആ ഭൂമിയുടെ പുറം ഭാഗത്തിന് പറയുന്ന പേരാണ് ക്രസ്റ്റ്. അതായത് നിങ്ങളിപ്പോ ഒരു എഗ്ഗിനെ ഇമാജിൻ ചെയ്യുക, ഒരു മുട്ടയെ ഇമാജിൻ ചെയ്യുക. അതിന്റെ പുറത്ത് എന്തുണ്ട്?
തോടുണ്ടല്ലേ, മുട്ടത്തോട് നമുക്കറിയാം. മുട്ട പുഴുങ്ങി കഴിയുമ്പോഴെന്താണ്, അതിന്റെ തോട് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ക്രസ്റ്റ്. മുട്ടത്തോടിനെ അല്ല ക്രസ്റ്റ് എന്ന് പറയാം, നമ്മുടെ ഭൂമിയുടെ എന്താണ് പുറം ചട്ടയെ ക്രസ്റ്റ് എന്ന് പറയും. അതായത് മുട്ടയിൽ നിന്ന് നമ്മൾ അതിന്റെ തോട് എന്താണ് പുറത്തേക്ക് എടുക്കുന്ന പോലെ എന്താണ് ഭൂമിക്കും ഒരു ഔട്ടർ സർഫേസ് ഉണ്ട്, പുറം ഭാഗമുണ്ട്. അതിനെയാണ് ക്രസ്റ്റ്, പുറം ചട്ട എന്ന് പറയും അല്ലെ, ക്രസ്റ്റ്. Then it is solid. Below the crust is a thick layer of rock. എന്താണ് അത് സോളിഡ് ആണ്, അത് ഖരാവസ്ഥയിലാണ് ഉള്ളത് അല്ലെ. അത് നമുക്ക് അറിയാം. എന്താണ് നമ്മുടെ മുട്ടയാണെങ്കിൽ തന്നെ അത് പൊട്ടിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഉള്ളത്. അതിന്റെ പുറത്ത് എന്താണ് ഹാർഡാണ് അല്ലെ, അതൊരു സോളിഡ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഭൂമിയുടെ പുറത്തുള്ള ഈ ചട്ട സോളിഡ് ആണ്. Then below the crust is a thick layer of rock called mantle. ഈ ക്രസ്റ്റിന്റെ താഴെയായിട്ടുള്ള എന്താണുള്ളത്, ക്രസ്റ്റിന്റെ താഴെ വേറൊരു ലെയർ കൂടി ഉണ്ട്. ഏറ്റവും പുറത്തുള്ള ലെയറിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം. അതിനെ തൊട്ട് താഴെയായിട്ട് ബിലോ ദ ക്രസ്റ്റ്, ക്രസ്റ്റിന്റെ താഴെ, പുറം ചട്ടയുടെ താഴെ, there is a thick layer of rock. പാറകളുടെ കട്ടിയുള്ള ഒരു ലെയർ ഉണ്ട്, പാറ പോലെയുള്ള കട്ടിയുള്ള ഒരു ഭാഗമുണ്ട്. ക്രസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാറ പോലെ ഹാർഡായിട്ടുള്ള കട്ടിയുള്ള പാറകളുടെ ഒരു ഭാഗമുണ്ട്. അതിനെയാണ് എന്ത് പറയാ, മാൻഡിൽ എന്ന് പറയാ. മാൻഡിൽ, ആ ഭാഗത്തിന് നമ്മൾ മാൻഡിൽ എന്ന് പറയും, ദ മാൻഡിൽ. Then the innermost layer of the earth is called the core. എന്താണ് ഇന്നർമോസ്റ്റ് ലെയറിനെ നമ്മൾ കോർ എന്ന് പറയും. Listen, the innermost layer of the earth is called core. കാമ്പ് അല്ലേ, കാമ്പ് എന്നാണ് പറയാ. എന്താണ് നിങ്ങളുടെ വാഴയുടെ അകത്തൊക്കെ കാമ്പുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാഴക്കാമ്പൊക്കെ കറി വെക്കുന്ന ആൾക്കാരുണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലെ. വാഴ എന്താണ് അതിന്റെ കൊല വെട്ടി നമ്മൾ കഴിയുമ്പോൾ അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്താണ് ഒരു വെളുത്ത ഒരു സാധനം ഉണ്ടാവും അല്ലെ, വെളുത്ത് നീളമുള്ള ഒരു കാമ്പ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. അതെവിടെയാ ഉണ്ടാവുക? വാഴയുടെ ഉള്ളിലാ ഉണ്ടാവുക അല്ലെ, അല്ലാതെ വാഴയുടെ പുറത്തുണ്ടാവുമോ? ഇല്ല. അങ്ങനെ നമ്മളതിങ്ങനെ വാഴയൊക്കെ കൊലയൊക്കെ വെട്ടി പൊളിച്ചു കഴിയുമ്പോൾ കുറേ ഉള്ളിൽ പോയി കഴിയുമ്പോൾ ഒരു കാമ്പുണ്ട്. അതിന്റെ ഏറ്റവും ഇന്നർ പാർട്ടിലാണ് അതുള്ളത് അല്ലേ, ഏറ്റവും ഉള്ളിലാണ്. സോ അതുപോലെ തന്നെ അങ്ങനെ അതിനെയാണ് നമ്മൾ കാമ്പ് എന്ന് പറയുന്നത് അല്ലെ. അത് വാഴയ്ക്ക് മാത്രമല്ല, മറ്റു ചില എന്ത് കാര്യങ്ങളായാലും അതിന്റെ അകത്തുള്ളതിന് നമ്മൾ അതിന്റെ കാമ്പ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഭൂമിയും, ഏറ്റവും ഉള്ളിലായിട്ടുള്ള അതിനെ കാമ്പ്, കോർ എന്ന് നമ്മൾ പറയും. CORE, കോർ, കാമ്പ്. Then which has very high temperature. അതെന്താണ് വളരെ ചൂടാണ്, അതിൻ്റെ അകത്ത് വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പുറം ഭാഗം മാത്രമാണ് തണുത്തിട്ടും ഹാർഡായിട്ടും ഉള്ളത്. അതിൻ്റെ അകത്ത് എന്താണ് ഒരു മോൾട്ടൺ മെറ്റീരിയൽ ആണ്, ഉരുകിയ പോലെയുള്ള ഒരു ലിക്വിഡ് ആണ് അവിടെ ഉള്ളത്. അത് എന്താണ് വളരെ ചൂടുള്ളതാണ്. സോ ഭൂമിയുടെ പുറം ലെയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിൽ ഏറ്റവും ഉള്ളിലായിട്ട് കോർ ഉണ്ട്, കാമ്പുണ്ട്. അതെന്താണ് വളരെ ചൂടാണ്, വളരെ ഹൈ ടെമ്പറേച്ചർ ആണ് ഈ കോറിനുള്ളത്. Then the core is divided into the inner core and outer core. ഈ കോർ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. അകക്കാമ്പ് പുറക്കാമ്പ് എന്ന് പറയും, അകക്കാമ്പ് പുറക്കാമ്പ് രണ്ട്. ഈ കോറ് തന്നെ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയെയാണ് നമ്മൾ കോറ് എന്ന് പറയാ. നോക്കുക അല്ലെ, ഇവിടെ നോക്കുക, ഭൂമിയുടെ ഏറ്റവും ഉള്ളിലായിട്ട് ഒരു വൈറ്റ് കളർ ആൻഡ് യെല്ലോ കളർ. ശരിക്കും അതിന്റെ കളർ അങ്ങനെ ആയിരിക്കില്ല, നമുക്കിവിടെ മനസ്സിലാകാൻ വേണ്ടി കളർ കൊടുത്തേ ഉള്ളൂ. അല്ലാതെ ഏറ്റവും ഉള്ളില് മഞ്ഞ കളറിലും വെള്ള കളറിലും അല്ല ഇന്നർ കോറും ഔട്ടർ കോറും ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ രണ്ട് കളേഴ്സ് കൊടുത്തു എന്നേ ഉള്ളൂ. ഏറ്റവും മുകളിലായിട്ട്, ഏറ്റവും ഉള്ളിലായിട്ട് എന്തുണ്ട്, നമ്മൾ മുട്ടയൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളില് മഞ്ഞ ഉണ്ടാവുന്നത് പോലെ അവിടെ എന്തുണ്ട്, ഒരു വൈറ്റ് കളറിൽ ഒരു പാർട്ട് കണ്ടോ? വൈറ്റ് ആൻഡ് യെല്ലോ കളറിലുള്ള ആ മുഴുവൻ പാർട്ടിനെയുമാണ് എന്ത് പറയാ, കോർ എന്ന് പറയാ. ഈ വൈറ്റ് ആൻഡ് യെല്ലോ ഇത് രണ്ടുമാണ് കോറ്. അതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് രണ്ട് കളേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. ഔട്ടർ കോർ, ഈ യെല്ലോ കളറുള്ളത് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇതിന് രണ്ടും കൂടിയാണ് കോർ, കാമ്പ് എന്ന് പറയാ. അതിൽ ഈ വൈറ്റ് കളർ ഏറ്റവും ഉള്ളിലുള്ളത് ഇന്നർ കോറ്, അകത്തുള്ളത്. ദെൻ ഏറ്റവും അതിന്റെ പുറത്തുള്ളത് ഔട്ടർ കോർ. വി നോ ദാറ്റ്. ഉള്ളിലുള്ളതിനെ നമ്മൾ ഇന്നർ എന്നും
പുറത്തുള്ളതിനെ ഔട്ടർ എന്നും പറയും. അതുകൊണ്ടാണ് അതിനെ ഇന്നർ ആൻഡ് ഔട്ടർ കോർസ് എന്ന് പറയുന്നത്. ദെൻ the inner core is a ball of hot solid metal. The outer core is a ball of thick liquid metal. നമുക്കറിയാം അല്ലേ, ഇന്നർ കോർ എങ്ങനെയാണ്? നല്ല ചൂടുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. എന്താണ്? ലോഹമാണ്. വളരെ ചൂടാണ്, പക്ഷെ അത് കുറച്ച് ഖരാവസ്ഥയിലാണ് ഉള്ളത്, സോളിഡ് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ ഔട്ടർ കോർ എങ്ങനെയാണ്? വളരെ കൂളാണ്. സോറി, ദ ഔട്ടർ കോർ ഈസ് എ ബോൾ ഓഫ് തിക്ക് ലിക്വിഡ് മെറ്റൽ. ഒരു കട്ടിയുള്ള ലിക്വിഡ് ആയിട്ടുള്ള ലോഹമാണ് ഇവിടെ ഉള്ളത്, ഔട്ടർ കോറിലും ഉള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ബോറിങ്ങും ആയിരിക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എർത്തിനെ ഇമാജിൻ ചെയ്യാതെ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഇമാജിൻ ചെയ്താൽ ഏറ്റവും പുറത്തുള്ള ലെയറിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രസ്റ്റ്, പുറം ചട്ട എന്ന് പറയാ. ഏറ്റവും പുറത്തുള്ള ഇത് നോക്കുക, അവിടെ ക്രസ്റ്റ് അവര് നോട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്രസ്റ്റ്. ഏറ്റവും പുറത്തുള്ള ഈ ഭാഗത്തിന് ക്രസ്റ്റ് എന്ന് പറയും. അതിന്റെ തൊട്ട് താഴെയാണ് എന്തുള്ളത്? മാൻറ്റിൽ. അതിന്റെ തൊട്ടുള്ളിലായിട്ട് മാൻറ്റിൽ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് കോർ എന്നുള്ള ഭാഗം വരുന്നത്, കാമ്പ് എന്നുള്ള ഭാഗം വരുന്നത്. അത് തന്നെ രണ്ട് തരം ഉണ്ട്, ഇന്നർ ആൻഡ് ഔട്ടർ കോർ. അകക്കാമ്പും പുറക്കാമ്പും ഉണ്ട്. അകക്കാമ്പ് എന്താണ്? വളരെ ചൂടാണ് അല്ലേ, വളരെ ചൂടാണ്. ആൻഡ് ഒരു സോളിഡ് മെറ്റൽ ആണ് അകത്തുള്ളത്. ദെൻ പുറക്കാമ്പ് എങ്ങനെയാണ്? ഔട്ടർ കോർ എങ്ങനെയാണ്? ബോൾ ഓഫ് തിക്ക് ലിക്വിഡ് മെറ്റൽ. ഒരു കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള ലിക്വിഡ് മെറ്റൽ ആണ് എന്ത്? ഔട്ടർ കോർ. ക്ലിയർ? മനസ്സിലായോ? നല്ല ടഫാണ്. ഭൂമിയുടെ എന്താണ് എന്ന് ഇമാജിൻ ചെയ്യുക. ടഫ് എന്നില്ല, പക്ഷെ നിങ്ങൾ അത് എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നോ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ്? പുറത്തുള്ള ഭാഗത്തിന് ക്രസ്റ്റ് എന്ന് പറയും. ഉള്ളിൽ അതിന്റെ തൊട്ട് താഴെയായിട്ട് മാൻറ്റിൽ ഉണ്ട്, പിന്നെ കോർ ഉണ്ട്. കോർ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. ഇന്നർ കോർ എന്താണ്? വളരെ ചൂടാണ്, വളരെ ചൂടായിട്ടുള്ള. ഭൂമിയുടെ ഉള്ളിൽ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, പുറം ഭാഗമാണ് മാത്രമാണ് തണുത്തിട്ട് ഹാർഡ് ആയിട്ടുള്ളത്. ഉൾഭാഗം മുഴുവൻ എന്താണ്? വളരെ ഹോട്ട് ആൻഡ് മോൾട്ടൺ മെറ്റീരിയൽ ആണ്, ഒരു ഉരുകിയ അവസ്ഥയാണ് അതിന്റെ അകത്തുള്ളത്. സോ അതിന്റെ അകത്തുള്ളതിൽ നിന്ന് എന്തൊക്കെയുണ്ട്? കോർ ഉണ്ട് അല്ലെ, ഏറ്റവും പുറമെ ക്രസ്റ്റ് ഉണ്ട്, ദെൻ മാൻറ്റിൽ, ദെൻ കോർ. കോർ ആർ ഡിവൈഡഡ് ഇൻടു ടു, ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. Inner core is a hot and a solid metal, and outer core is thick and liquid metal. Clear? These are the layers of the earth. ഭൂമിയുടെ പാളികളാണ് ഇത്. എന്താണ്? Crust is the outer surface. The outermost surface is called crust. ഏറ്റവും താഴെ പുറത്തുള്ള ഭൂമിയുടെ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? crust എന്ന് പറയും. crust. Then അതിന്റെ ഉള്ളിലാണ് മാൻറ്റിൽ ഉള്ളത്, മാൻറ്റിൽ. Then again core. Then core divided into two cores are inner core and outer core. Inner core is a hot and solid metal, and outer core is a thick and liquid metal. Clear? These are the layers of the earth. മനസ്സിലായോ ഭൂമിയുടെ പാളികൾ എന്തൊക്കെയാണ്, ലേയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്? ഓക്കെ, ദെൻ നോക്കാം നമുക്കല്ലേ. Then deep beneath of crust there is a reservoir of molten rock called magma. ഈ കട്ടിയുള്ള ക്രസ്റ്റിന്റെ ഉള്ളിൽ, അതായത് ഈ ഭൂമിയുടെ അകത്ത് ക്രസ്റ്റിന്റെ അടിയിൽ എന്തുണ്ട്? There is a reservoir of molten rock called magma. നല്ല ഉരുകിയിട്ടുള്ള പാറ അല്ലെ, ഉരുകിയ പാറ പോലെയുള്ള ഒരു സംഭരണി ഉണ്ട് അവിടെ. ഈ ക്രസ്റ്റിന്റെ അടിയിലായിട്ട് പാറകൾ ഇങ്ങനെ ഉരുകി ചൂടായിട്ട്, പാറകൾ ഉരുകളങ്ങ് എന്ത് ചെയ്യണം? അത്രയും ഹോട്ട് ആയിരിക്കണം അല്ലെ. നമ്മുടെ അടുത്തുള്ള പാറയൊക്കെ ഉരുകി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? അങ്ങനെ ഉരുകിയ പാറകളുടെ ഒരു സംഭരണി ഉണ്ട് എവിടെ? ഈ ക്രസ്റ്റിന്റെ അടിയിലായിട്ട്
ഉരുകി ഇങ്ങനെ പാറ നല്ല ചൂടായി ഉരുകിയിട്ടുള്ള ഒരു സംഭരണി ഉണ്ട്. ജലസംഭരണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറെ അതിങ്ങനെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്മ എന്ന് പറയാ. മാഗ്മ ഇങ്ങനെ ക്രസ്റ്റിന്റെ താഴെയായിട്ട് ആഴത്തില് ഉള്ളിലായിട്ട് എന്തുണ്ട്? ഇങ്ങനെ മോൾട്ടൻ റോക്സിന്റെ ഒരു റിസർവോയർ ഉണ്ട്. എന്ത്? ഉരുകിയ പാറകളുടെ ഒരു സംഭരണി അവിടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. സംടൈംസ് ദിസ് മാഗ്മ ഈസ് ഫോഴ്സ്ഡ് അപ് ടു, നോക്കട്ടെ, ഫോഴ്സ് അപ് ടു ദ surface of the earth as a liquid through cracks and weak points. It is called lava. This forms a volcano. എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈ ക്രസ്റ്റിന്റെ താഴെയായിട്ട് there is a reservoir of molten rock. ഇങ്ങനെ ഉരുകിയ പാറകളുടെ ഒരു സംഭരണി അവിടെ ഉണ്ട്. നമ്മള് എന്താണ്, ഈ ക്രസ്റ്റിന്റെ താഴെയായിട്ട് ഒരു പാറകൾ ഇങ്ങനെ ഉരുകിയിട്ട് അതൊരു സംഭരണി പോലെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അല്ലേ? സംടൈംസ് ദിസ് മാഗ്മ, അതിനെയാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. ആൻഡ് സംടൈംസ് ദിസ് മാഗ്മ ഈസ് ഫോഴ്സ്ഡ് അപ് ടു ദ സർഫേസ് ഓഫ് ദ എർത്ത് ആസ് എ ലിക്വിഡ്. എന്താണ്? ചില സമയങ്ങളിൽ ഈ മാഗ്മ എന്താണ്, പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലെ? അതിൻ്റെ അകത്ത് ഇങ്ങനെ നിറയെ അതിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. എന്താണ്? ഉരുകിയ ചൂടുള്ള പാറ ഇങ്ങനെ ഉരുകിയിട്ട് അതൊരു മോൾട്ടൻ ആയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു റിസർവോയർ ആയിട്ട്, ഒരു സംഭരണി പോലെ നിറയെ അതിൻ്റെ അകത്ത് ഇത് ഉണ്ട്. ചില സമയങ്ങളിൽ ഇത് എന്ത് ചെയ്യും? പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരാനുള്ള, നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്, കുറച്ച് പ്രഷർ ഉണ്ടാകുമ്പോൾ അത് തള്ളി പുറത്തേക്ക് വരും അല്ലേ? അങ്ങനെ ഇത് പുറത്തേക്ക് വരാൻ വേണ്ടി അവിടെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചില സമയത്ത് ഇതൊരു ലിക്വിഡ് ആയിട്ട് പുറത്തേക്ക് വരും. എങ്ങനെ? ഇതൊരു ദ്രാവകാവസ്ഥയിൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. ക്രാക്സ് ആൻഡ് വീക്ക് പോയിന്റ്സ്, ചെറിയ വിള്ളലുകളിലൂടെയും ചെറിയ വീക്ക് ആയിട്ടുള്ള പോയിന്റ്സിലൂടെ, ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ക്രസ്റ്റിന്റെ, ചെറിയ വിള്ളലുകളിലൂടെയും ചെറിയ വീക്ക് ആയിട്ടുള്ള പോയിന്റ്സിലൂടെയും എന്ത് ചെയ്യും? ഈ മാഗ്മ തള്ളി പുറത്തേക്ക് വരും. ഇറ്റ് ഈസ് കോൾഡ് ലാവ. ഇതിനെയാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ദ്രാവകാവസ്ഥയിൽ പുറത്തേക്ക് വരുന്ന ഇതിന് നമ്മൾ ലാവ എന്ന് പറയും. ആൻഡ് ദിസ് ലാവ ഫോംസ് എ വോൾക്കാനോ. ഈ ലാവയാണ് എന്ത് ചെയ്യുന്നത്? ഒരു വോൾക്കാനോ ആയിട്ട് ഫോം ചെയ്യുന്നത്. എന്താണ് വോൾക്കാനോ? വോൾക്കാനോ അഗ്നിപർവ്വതം അല്ലേ? അങ്ങനെ ഈ പുറത്തേക്ക് ഈ ചൂടുള്ള അഗ്നിപർവ്വതം പൊട്ടി വരുന്നതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്ത് ഫോൺ ഉണ്ടല്ലേ? നിങ്ങൾ ഈ യൂട്യൂബില് വോൾക്കാനോന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. ഭയങ്കര ഡേഞ്ചർ ആണ് അല്ലേ? അഗ്നിപർവ്വതം ഒക്കെ പൊട്ടിയാൽ എന്താ വരിക? അതിൻ്റെ അകത്തുനിന്ന് ചൂടുള്ള ലാവയാണല്ലേ? നമ്മളൊക്കെ എന്താണ്, കത്തിപ്പോവും അല്ലേ? അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ആവശ്യമില്ലാതെ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യുക. വോൾക്കാനോ എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് വോൾക്കാനോ എൻ്റെ വീഡിയോസ് ഒക്കെ. വളരെ എക്സൈറ്റിംഗ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടാവും. സോ അങ്ങനെ ഈ വോൾക്കാനോ എന്താണ് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ അതൊക്കെ നോക്കുക. വോൾക്കാനോ വീഡിയോ ഒക്കെ കാണാൻ വളരെ രസമാണ്. മിക്കവാറും ആളുകൾക്കൊക്കെ അതൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഭൂമിയുടെ ക്രാക്സിലൂടെയും വീക്ക് പോയിന്റിലൂടെയും ഇതിങ്ങനെ ഈ മാഗ്മ തള്ളി പുറത്തേക്ക് വരും അല്ലേ? എന്നിട്ട് അതിനെയാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. ഈ പുറത്ത് വരുന്നതിനെ നമ്മൾ ലാവ എന്ന് പറയും. ഈ ലാവയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു വോൾക്കാനോ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലിസൺ. നമ്മളിപ്പോ പറഞ്ഞത് എർത്തിനെ കുറിച്ച് പറഞ്ഞു, ലെയേഴ്സ് ഓഫ് ദ എർത്ത് പറഞ്ഞു, ഭൂമിയുടെ പാളികളെ കുറിച്ച് പറഞ്ഞു, ക്രസ്റ്റ്, പിന്നെന്താണ്, മാൻഡില്, കോർ. കോർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു, ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. ദെൻ നമ്മൾ പറഞ്ഞത് മാഗ്മയെ കുറിച്ചാണ്. മാഗ്മ ഈസ് റിസർവോയർ ഓഫ് മോൾട്ടൻ റോക്സ് അല്ലെ? ഉരുകിയ പാറകളുടെ ഒരു ശേഖരമാണ്, ഒരു സംഭരണിയാണ് എന്ത്? മാഗ്മ എന്ന് പറയുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ ഈ ക്രാക്സിലൂടെ, വിള്ളലുകളിലൂടെയും വീക്ക് പോയിന്റിലൂടെയും ദുർബലമായ ചില ഏരിയാസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അവർക്ക് എന്താണ്, ഇതിനെ അധികം പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റില്ല. ചെറിയ ചെറിയ വിള്ളലൊക്കെ ഉണ്ടാവുമ്പോൾ അതിലേക്കൂടി ഇത് പുറത്തു വരും. പിന്നെ ദുർബലമായിട്ടുള്ള വീക്ക് ആയിട്ടുള്ള പോയിന്റ്സിൽ നിന്ന് അവർക്ക് എപ്പോഴും ഇതിനെ ഇങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിർത്താനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ ചില സമയത്ത് ഇതിങ്ങനെ തള്ളി പുറത്തു വരും അല്ലെ?
നമ്മുടെ നാട്ടിലാണ്, നമുക്കാണ് അഗ്നിപർവ്വതം എന്താണ് ഏതാണ് എന്നൊന്നും അറിയാത്തത് പോലും നമുക്കാണ്. പക്ഷെ ചില ഏരിയകളിൽ ഇപ്പോഴും ചില ആളുകൾ താമസിക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യും, ഈ വോൾക്കാനോ ഒക്കെ പൊട്ടിയിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടായതായിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. സോ അങ്ങനെ വോൾക്കാനോ ഈ പുറത്തേക്ക് വരുന്ന മാഗ്മയെ നമ്മൾ ലാവ എന്ന് പറയും. ലാവയാണ് എന്ത് ഫോം ചെയ്യുന്നത്, വോൾക്കാനോസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, വോൾക്കാനോന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് വേണം വരാൻ വേണ്ടി. എന്താണ് വോൾക്കാനോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വരണം, എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ ഈ പറഞ്ഞ കാര്യം. ഓക്കെ, വോൾക്കാനോന്റെ ഒരു വീഡിയോ കണ്ടു നോക്കുക, എന്താണ് വോൾക്കാനോ എന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ വളരെയധികം ഇപ്പോൾ ഫെസിലിറ്റി ഉണ്ടല്ലേ, യൂട്യൂബിലൊക്കെ നോക്കിയാൽ എന്താണ് ലേയേഴ്സ്, ഭൂമിയുടെ ലേയേഴ്സ് ഒക്കെ അറിയാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, വോൾക്കാനോ എന്താണ് എന്നുള്ളത് നോക്കുക, എന്താണ് വോൾക്കാനോ, എങ്ങനെയാണ് വോൾക്കാനോ ഫോം ചെയ്യുന്നത് എന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പോൾ